ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ റെഡിയായി അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് 5-ാം മാസം അമ്പലം തൊഴൽ പരിപാടി ഉണ്ടെന്ന്. അപ്പം അതിന് പോകാൻ രാവിലെ തന്നെ സാരിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. എനിക്ക് രാവിലെ ഭക്ഷണം കഴിച്ചില്ല വെച്ചാൽ ഛർദീൻ്റെ പ്രശ്നമുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്. യൂഷ്വലി ഞാൻ കഴിക്കാറില്ല അമ്പലത്തിൽ പോകുമ്പോൾ, പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് അല്ലേ, അതുകൊണ്ട് കഴിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ 4 പേരും കൂടിയാണ് കേട്ടോ പോകുന്നത്. അമ്മയുണ്ട്, വൈഷുണ്ട്. വൈഷുവിൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ, അച്ഛൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ സ്വപ്ന ചേച്ചിയുണ്ട്, പിന്നെ ഞാനും. ഇന്ന് 2-3 അമ്പലത്തിൽ പോകാനുണ്ട്. ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. എനിക്ക് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ 2-3 കമൻസിലായി കാണുന്നു ഞാൻ ക്രിസ്ത്യൻ അല്ലേ, പിന്നെ എന്തേ അമ്പലത്തിൽ പോകുന്നതെന്നുള്ളത്. ഞാൻ റെക്കോർഡിക്കലി ക്രിസ്ത്യൻ ആണ്, പക്ഷേ മാമോദിസ മുങ്ങിയിട്ടില്ല, അങ്ങനെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച ഒരാളല്ല. അപ്പ ക്രിസ്ത്യനും എൻ്റെ അമ്മ ഹിന്ദുവാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു സൂപ്പർ പവറിലാണ്. ഞാൻ രണ്ടിടത്തും പോകും, അമ്പലത്തിലും പോകും, പള്ളിയിലും പോകും. ഇവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോവാറ്. ഇന്ന് പുതിയൊരു ഗെറ്റപ്പിലാണ് നമ്മൾ. ഞാൻ മാത്രമല്ല, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ആൻഡ് വൈഷുണ്ട്. നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം മാസം ഇവിടെ ഉള്ളതല്ല, ഈ മലബാർ സൈഡിലേക്കുള്ളതല്ല, അല്ലെങ്കിൽ കാസർഗോഡ് പ്രത്യേകം ഉള്ളതാണോ? മലബാർ സൈഡിലുള്ള ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് 5-ാം മാസത്തിൽ നമ്മള് തൊഴിയിക്കുക പറയില്ലേ, അമ്പലം തൊഴിയിക്കുക പറയും. അപ്പൊ അതിനു വേണ്ടി പോവുകയാണ്. രാമൻതളി അമ്പലത്തിലാണ്. അവിടെ മൂർത്തി വിഷ്ണുവാണ്. വിഷ്ണുവുണ്ട്, ശങ്കരനുമുണ്ട്, ശിവനുമാണ്. സോ അതിനു വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരെയാണ് ഈ അമ്പലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ 2 അമ്പലത്തിലും പോകണില്ലേ അമ്മ? നമ്മുടെ വീട്ടിനടുത്തുള്ള കുട്ടമത്ത് അമ്പലത്തിലും പിന്നെ ചക്രപുരം. അവിടെ കൃഷ്ണനും കൃഷ്ണനും ഭഗവതിയാണ്. അപ്പൊ അതും പോണം. അത് ഇപ്പൊ രാവിലെ നമ്മളൊരു 7 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചൊരു 7:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂർ ദൂരെയാണ് വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മളിത് എത്താൻ പോകുന്നു. 2 മിനിറ്റിൽ എത്തുന്നു. അവിടെ തൊഴുതിട്ട് നമ്മളിനി വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോഴാണ് മറ്റേ 2 അമ്പലത്തിൽ പോകുന്നത്. സോ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് ഇതൊക്കെ ഒന്ന് കാണിക്കാം. കാരണം ഇത് ചടങ്ങിന്റെ പാർട്ടാണ്. പ്രഗ്നൻസിയിൽ എന്തൊക്കെ ചടങ്ങുകൾ ചെയ്യുന്നു എന്നുള്ള ഒരു രസമാണല്ലോ പിന്നീട് എടുത്ത് നോക്കാൻ. അപ്പോ രാമൻതളി റോഡ്. ചേച്ചി ഇത്ര നേരം ഭയങ്കര വർത്താനായിരുന്നു. ഇപ്പൊ ഞാൻ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് ഒന്നും മിണ്ടാനില്ല. എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഞാൻ പറയാറില്ല, ഞാൻ മിണ്ടാറില്ല. ഇത്ര നേരം ഉണ്ടല്ലോ വായി ഇങ്ങനെ പൊട്ടിയിട്ടില്ല. ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ ക്യാമറ എടുത്തപ്പോ എന്നാ ബന്ധം പറയൂ വൈഷുവായിട്ടുള്ള ഫസ്റ്റ് കസിൻ. ഇന്നലെ പറയണ്ടേ, ഇന്നലെ ഞങ്ങള് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വൈഷുവിനെ എടുത്ത് പറയണ്ടേ, വൈഷുവിന് ഇങ്ങനെ അമ്മ വൈഷുവിന് ഇങ്ങനെ എവിടെയെങ്കിലും കിടത്തിയിട്ട് പോയി കഴിഞ്ഞാല് ചേച്ചി ഇങ്ങനെ വന്നിട്ട് കവിളൊക്കെ ഇങ്ങനെ പിച്ചി കൂട്ടി അങ്ങനെ വളർത്തിയിട്ട് പോകുന്നു. മസാജ് ചെയ്ത് പൊന്നാരിച്ച് ഉമ്മ വെച്ച് 3 സിസ്റ്റേഴ്സിനെ കൂടിയിട്ട് ആദ്യം കിട്ടിയ ആൺകുട്ടി കസിനാണ് നമ്മുടെ മുറച്ചെക്കനാണല്ലേ. ഒരു കാവ് ഗംഭീരമ്പലം കേട്ടോ. ഭയങ്കര ഒരു ആംബിയൻസ് ഇതിന്. പക്ഷെ ഭയങ്കര ഒരു ആരും ഇല്ലല്ലോ അമ്മ. അല്ല, ഈ ഒരു അമ്പലത്തിൽ വരുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമുക്ക്? അതന്നെ, ഓരോരോ തറവാട്ടുകാർക്കും ഓരോരോ അമ്പലം ഉണ്ടാവും. ഓരോരോ തറവാടിനും ഓരോരോ അമ്പലമാണ് അടിമസ്ഥാനം എന്ന് പറയും. അപ്പം പ്രസവിക്കാൻ വിശേഷമായിട്ട് 5-ാം മാസത്തിൽ അതാത് തറവാടിന്റെ അടിമസ്ഥാനം, നമ്മളെ തറവാടിന്റെ അടിമസ്ഥാനം രാമന്തള്ളി ശങ്കരനാരായണ ക്ഷേത്രമാണ്. ഇപ്പൊ കുറെ ആൾക്കാർക്ക് നമ്മളെ കുട്ടമത്ത് ഭഗവതി ക്ഷേത്രമുണ്ട്. നമ്മളെ അച്ഛന്റെ അവർക്കെല്ലാം കുട്ടമത്ത് അമ്പലമാണ്. അപ്പൊ നമ്മൾ അമ്മ വഴി വരുന്നോണ്ട് നമുക്ക് ഈ അമ്പലം. അപ്പൊ ഞങ്ങൾക്ക് എവിടെയാണ് മാമനല്ലേ വീട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അമ്പലത്തിൽ ശിവനും വിഷ്ണുവുമാണ് മൂർത്തികൾ. ശിവനും വിഷ്ണുവും ഒരേ വിഗ്രഹത്തിൽ അണിനിരക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിനുണ്ട്. ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറാണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം വൈഷ്ണുവിൻ്റെ വേറൊരു കസിൻ സിസ്റ്ററും കൂടി വരണുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ പടിക്കെട്ടിന് ഒരിത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത്രയും ഉയരത്തിലാണ് പടിക്കെട്ട്. അപ്പം നമ്മളിത് കവച്ച് വെച്ചിട്ട് വേണം കയറാൻ. അത് ഞാൻ ഇതുവരെ വേറൊരു അമ്പലത്തിലും അങ്ങനെ കണ്ടിട്ടില്ല.
അങ്ങനെ ഭാഗ്യേച്ചി എത്തി. ഇനി നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാം. ഈ സമയത്ത് കഴിപ്പിക്കേണ്ട കുറച്ച് വഴിപാടുകളുണ്ട് കേട്ടോ. സോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അമ്മ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഈ വഴിപാട് കഴിപ്പിക്കുക, പിന്നെ ചടങ്ങുകളൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ തൊട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നേ മാസങ്ങൾ ചടങ്ങുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്നും വിടണ്ട, എല്ലാം എനിക്ക് വേണ്ടി ചെയ്തോളൂ എന്ന്. അങ്ങനെ വഴിപാടിൻ്റെ റെസിപ്റ്റൊക്കെ മേടിച്ച് ഉള്ളിൽ കയറി നല്ല മനസ്സ് നിറഞ്ഞ് തൊഴുതു. എന്നിട്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ മേടിക്കാൻ. അങ്ങനെ പായസമൊക്കെ മേടിച്ച് കുറച്ച് നേരം ആ അമ്പലം ചുറ്റിക്കറങ്ങിയൊന്ന് കണ്ടു. ഇവിടെ ഇങ്ങനെയൊരു അമ്പലക്കുളത്തിൽ സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയാന്ന് വെച്ചാൽ ഒന്ന് പറയൂ കേട്ടോ. അങ്ങനെ തൊഴിക്കലൊക്കെ കഴിഞ്ഞു, തൊഴുതിറങ്ങി. ഇനി പയ്യന്നൂരെ അമ്പലത്തിൽ പോകാനുണ്ട്. അതേത് അമ്പലം? മൂർത്തി എന്താണ്? സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പൊ അവിടെ പോണം. അതിനു മുന്നേ നമ്മൾ ഓർത്ത് ഭക്ഷണം കഴിക്കാന്ന്. കാരണം ഒരുപാട് നേരം വയറൊഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അടുത്ത അമ്പലം. യെസ്. എന്താ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ പോകുന്നതായി ഡിസ്കഷൻ. അമ്മയും ചേച്ചിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതുകൊണ്ട് അവർക്ക് നല്ല ഫാമിലിയർ ആണ് ഈ ഒരു സ്ഥലം. അപ്പം നല്ല വെജ് ഹോട്ടൽ ഏതാന്നൊക്കെ നോക്കിയിട്ട് വൈഷുവിനോട് പറയുമായിരുന്നു. 2-3 ഓപ്ഷൻസ് ഒക്കെ വന്നു കേട്ടോ. വൈഷു ഈ ഒരു അമ്പലം തൊഴിക്കൽ ചടങ്ങുള്ളതുകൊണ്ടാണ് വന്നത് ബാംഗ്ലൂരിൽ നിന്ന്. ഇല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വരാനായിരുന്നു ആളുടെ പ്ലാൻ. അപ്പം അമ്മ പറഞ്ഞു 2 പേരൂടെ ഉണ്ടാവണം ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ വന്നതാണ്. ആള് നാളെ തന്നെ തിരിച്ചു പോവുകയായി. ഇടിയപ്പവും മസാലക്കറിയും പുള്ളിക്കൊരു തിരുപാട് കിട്ടുന്നില്ല. അത്ര സുഖമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളിത് അടുത്ത അമ്പലത്തിലേക്കാണ് കേട്ടോ യാത്ര. ഏകദേശം എത്തിപ്പോയി. അടുത്തത് നമ്മൾ പയ്യന്നൂർ ഭഗവാന്റെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. പയ്യന്നൂർ പെരുമാൾ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യം കുളത്തിൽ പോകണം, എന്നിട്ട് കാലൊക്കെ ഒന്ന് കഴുകണം, എന്നിട്ടാണ് അമ്പലത്തിനുള്ളിലേക്ക് കയറാം. ഇവിടുത്തെ അമ്പലക്കുളം ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു അമ്പലക്കുളമാണ് കേട്ടോ. ഒന്ന് കാല് കഴുകിയിട്ട് അമ്പലത്തിൽ കയറണം എന്നാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഉണ്ട് കുറേ മീനുകൾ. അത് നല്ല വലിയ വലിയ മീനുകൾ നമ്മളുടെ അടുത്തേക്ക് വരണു. നല്ല രസമുണ്ടായി കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കാലൊക്കെ ഇട്ട് നിന്നു. ഇവിടെയും കുറച്ച് വഴിപാടുകൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിനുള്ള റെസീറ്റ് ആക്കുകയാണ്. പുള്ളി നാളെ എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പയ്യന്നൂർ പെരുമാൾ ക്ഷേത്രം, അല്ലെങ്കിൽ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വടക്കൻ കേരളത്തിലെ പഴനി എന്ന വിശേഷണമുള്ള ഒരു ക്ഷേത്രമാണിത്. നമ്മൾ കയറി തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പ്രതിഷ്ഠയുടെ എഴുന്നള്ളത്തുണ്ടായത്. അപ്പോൾ അതൊക്കെ കണ്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എറണാകുളത്ത് പോയിട്ട് അറിയിക്കലാണ് വേണ്ടത്. അതാണ് നമ്മളെ ചടങ്ങ്. അപ്പൊ അത് വേണ്ട, ഇനിയിപ്പോ എറണാകുളം വരെ പോണ്ടേ എന്ന് എല്ലാരും അറിയുകയും ചെയ്തു. അല്ല, ആരെയും ഇപ്പൊ അറിയിക്കണ്ട. അമ്മയും അപ്പയും പിറ്റേന്ന് തന്നെ അച്ഛനും അമ്മയും അറിഞ്ഞ പോലെ തന്നെ പിറ്റേന്ന് തന്നെ അമ്മയും അച്ഛനും അപ്പയും അമ്മയും അറിഞ്ഞു. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തില് അതെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. പണ്ടുള്ള ആചാരം. ഇവിടെ വന്നാൽ നമ്മൾ സ്ഥിരം പോകാനുള്ള സ്ഥലമാണ് ഈ ഫലൂദ കഴിക്കാൻ, ലോലീനോ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു യാത്ര സ്ഥിരമാണ് അല്ലേ? അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് അവിടെ കഴിക്കാൻ. ഫലൂദക്കാരികളാണ് നമ്മള്. ലൈറ്റ് ആക്കണം. വൈഷു കാര്യമായിട്ട് മെനു പഠിച്ചിട്ട് എന്തൊക്കെയോ പറയാനുണ്ട് കേട്ടോ. നമ്മൾ 2 ഐറ്റംസ് ആണ് പറയുന്നത്. കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഭയങ്കര മധുരമാണ്. ഞാൻ ഈ ഒരു സമയത്ത് മധുരം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇത് ഇവർക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സംഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവരെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടില്ല, ഞാനും കൂടി ഒന്ന് കൈവെക്കേണ്ടി വരുന്നു. വെറും ഒരു പരോപകാരം. അതുകൊണ്ട് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിന്റെ കാര്യത്തില് തീരുമാനമാക്കട്ടെ, എന്നിട്ട് കാണാം. ഇത് ചേച്ചി സ്ഥിരം വരുമ്പോ കഴിക്കാറ് റോയൽ ഫലൂദ ആണ്. ഇത് കഴിക്കലുണ്ടോ? ശുഭം. വ്ലോഗ് ശുഭായിട്ടില്ല, തീറ്റ ശുഭായി. വീട്ടിൽ പോയി ചോറും കറിയും കഴിക്കാം. വിശക്കണില്ല കേട്ടോ, ഭയങ്കര ഫില്ലിങ് ആയിരുന്നു ഫലൂദ. ഇനിയിപ്പം പഫ്സ് മേടിച്ചിട്ടുണ്ട്. പഫ്സ്, മുട്ട പഫ്സ്, അത് കഴിക്കണം. വീട്ടിൽ വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സാരിന്നൊക്കെ മാറിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ആശ്വാസം. കാരണം രാവിലെ എണീറ്റ് പോയതല്ലേ. എനിക്കാണെങ്കിൽ
വെള്ളം കൂടി കുറഞ്ഞിരിക്കണോ, ഈ സമയത്ത് വെള്ളം കൂടി കുറയണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. താങ്ക് യു സോ മച്ച്. ഇനി വൈകിട്ടാണ് നമുക്ക് അമ്പലം പരിപാടികളൊക്കെ. അതിന് മുന്നേ ഞാൻ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇവിടെ വയൽക്കാറ്റുണ്ടല്ലോ, നല്ല ഭംഗിയാണ് കേട്ടോ വയൽക്കാറ്റ്. ഫുള്ള് വയലും പിന്നെ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ഇവിടെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ അത് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് നമുക്ക് ഒന്നുകൂടി സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇപ്പോൾ എഡിറ്റിംഗ് പരിപാടിയിലാണ്. കുറേ വീഡിയോ ഉണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് വെക്കാൻ. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഡെയിലി എനിക്ക് വ്ളോഗ്സ് ഉണ്ട്, പക്ഷെ അങ്ങനെ ഇടാൻ പറ്റുന്നില്ല, കാരണം പെൻഡിങ് വ്ളോഗ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ നിങ്ങളുടെ Q&A ഒരു നല്ലൊരു സെഷൻ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് എനിക്ക് ആകെ ഭയങ്കര, പിന്നെ സൈഡിൽ കൂടെ എൻ്റെ വർക്ക് ഓടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയായിട്ട് എനിക്ക് അങ്ങോട്ട് ഓടി എത്താത്ത പോലെ. പക്ഷെ ഞാൻ എത്തിക്കും. ഐ വിൽ ഡെഫിനറ്റ്ലി റീച്ച് ദ ഫിനിഷ് ലൈൻ. നമ്മൾ ഇപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. സമയം എത്രയായമ്മ? 1:30 ആയിട്ടേ ഉള്ളൂ അല്ലേ? എനിക്ക് ഒരുപാട് സമയമായി തോന്നുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഫലൂടയും അതുപോലെ കഴിച്ചുകൊണ്ടേ വിശക്കണുണ്ടായില്ല, പക്ഷെ ഇപ്പം നല്ല വിശക്കണം. എന്നാലും അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് മീൻ ഇന്ന് അമ്പലത്തിൽ പോയതാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ അയല വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ നാളെ കിട്ടും. നാളെ അയല കൊണ്ട് അഭിഷേകമാണ് ഇവിടെ. പക്ഷെ ഇപ്പൊ മീൻ കിട്ടാനും ഇല്ലല്ലോ, ട്രോളിങ് ആയതുകൊണ്ട്. നാരങ്ങ ഐ വിൽ ടേക്ക് മാ. ലൈമാ ഇത്? ലൈവല്ല, അതന്നെ ഇത് ലൈമാ? ഓ ശരിയാ. അമ്മ എന്താ പറഞ്ഞേ? അതല്ല, ലൈമല്ല, നാരങ്ങ മതി. അച്ഛൻ ഒരു കല്യാണം കൂടാനുണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് നല്ല സദ്യ കഴിച്ചിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മെയിൻ സാധനം നല്ല തേങ്ങ അരച്ച മീൻകറി കൂട്ടുക എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ ഇപ്രാവശ്യം വന്നപ്പോൾ നല്ല കൊതിയുണ്ടായിരുന്നു, നല്ല മീൻകറി മീൻ പൊരിച്ചതും ഒക്കെ കഴിക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ വന്ന സമയത്ത് കറക്റ്റ് ട്രോളിങ്ങിൻ്റെ സമയമായതുകൊണ്ട് മീൻ പിടിക്കുന്നത് നിരോധിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മീൻ കിട്ടാൻ കുറവാണ്. പക്ഷെ അച്ഛൻ അറിയാം ഏതൊക്കെയോ സ്ഥലങ്ങൾ. അപ്പോൾ എന്നോട് പറയുമായിരുന്നു നാളെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം. ഞാനാണെങ്കിൽ അയല വേണേന്ന് പറഞ്ഞിട്ട് കറിയായിരുന്നു. അമ്മയ്ക്കത് കണ്ടിട്ട് ആകെ വിഷമവും. അങ്ങനെ മീൻകറി ഒന്നും ഇല്ല, അത് നല്ലൊരു വെജിറ്റേറിയൻ ഊണ് കഴിച്ച് നമ്മളെല്ലാവരും പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ടയർഡാണ്, രാവിലെ എണീറ്റ് പോയതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ടും പോകാനുള്ളതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതെന്താ പുതിയൊരു ഗെറ്റപ്പിൽ നിന്നല്ലേ? നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ഉറക്കവും പാസ്സാക്കി. ഞാൻ പറഞ്ഞല്ലേ വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള ഗെറ്റപ്പിൽ ഇറങ്ങിയതാണ്. എന്താണ് ഇത്ര മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിവിടെ ഉള്ളതല്ലേ, ഞങ്ങൾ രണ്ടുപേരും കോസ്റ്റ്യൂമിലാണ്. അപ്പം നമ്മൾ ഭയങ്കര സീരിയസ് ആണ്, പക്ഷേ വണ്ടി ഓടിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വയൽക്കാറ്റിൽ പോയി ഞാൻ ഓർത്ത് 2 ഫോട്ടോ ഒക്കെ എടുക്കാം. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഓണത്തിനുള്ള ലുക്കിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വയൽക്കാറ്റിലേക്ക് പോവാണ്. അമ്മയുടെ മ്യൂസിക് ക്ലാസ്സിന് പോയിട്ടോ. എന്താ ചാടന വണ്ടി കുതിരനെ പോലെയാണ് ഇങ്ങനെ ചാടി. അമ്മയുടെ മ്യൂസിക് ക്ലാസ്സിന് പോയി. അമ്മ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ അമ്പലത്തിൽ ജോയിൻ ചെയ്യും. കുട്ടമത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ജോയിൻ ചെയ്യുന്നതാണ്. അമ്മയുടെ ക്ലാസ് 1 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് കുറച്ച് നേരമായി. എന്നെ സാരിയൊക്കെ കുടിപ്പിച്ചിട്ട് പോയതാണ് ആശാൻ. അപ്പോൾ അച്ഛനും വരില്ലേ വൈകിട്ട്? അച്ഛനും വരുന്നുണ്ട്. അവിടെ വെക്കാം. അയ്യോ, എന്നിട്ട് അത് വരുന്ന അത്ര ആൾക്കാരൊന്നും ഇല്ലേ പൊന്നു? അപ്പൊ നമ്മുടെ കസിൻ, വൈഷ്ണവിന്റെ കസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. കസിൻ അല്ലല്ലേ, അവൻ നെഫ്യൂ ആണ്. ഓ, വൈഷ്ണവിന്റെ നെഫ്യൂ ആണ് നമ്മളെ ഫോട്ടോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്, ഉണ്ണിക്കുട്ടൻ. അപ്പൊ അവൻ വന്നിട്ടുണ്ട്. അവൻ എവിടെയല്ലേ? അവനത് വയൽക്കാട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുട്ടമത്ത് കയറി തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയായി. അങ്ങനെ കുട്ടമത്ത് തൊഴുതിറങ്ങി നമ്മൾ നേരെ പോകുന്നത് ചക്രപുരം അമ്പലത്തിലേക്കാണ് കേട്ടോ. ചക്രപുരത്ത് മഹാവിഷ്ണു ആണ് മൂർത്തി. ആ ഒരു അമ്പലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ അമ്പലത്തില് മഹാവിഷ്ണുവിന്റെ 3 ഭാവങ്ങൾ തുല്യ പ്രാധാന്യത്തോടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നരസിംഹമൂർത്തി, ലക്ഷ്മി നാരായണ മൂർത്തി, പിന്നെ ശ്രീകൃഷ്ണനും. കേരളത്തിൽ അങ്ങനെ അധികം ഒന്നും കണ്ടുവരാത്തതാണ് ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിനെ. ആ ഒരു പ്രതിഷ്ഠയും ഇവിടെയുണ്ട്.
അച്ഛൻ ഇങ്ങനെ അതിൻ്റെ ഐതിഹ്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു നരസിംഹമൂർത്തി അധികം ടെമ്പിൾസിലൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മളൊരു സ്ഥലത്ത് പോണയ്ക്ക് മുന്നേ അവിടുത്തെ ഐതിഹ്യങ്ങളും ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാരണം ആ ഒരു സ്ഥലത്തിന് നമ്മൾ കാണുന്നതും അപ്രോച്ച് ചെയ്യുന്നതൊക്കെ വളരെ ഡിഫറെൻറ്റ് വ്യൂവിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ. അപ്പം ഞാൻ എവിടേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിലും എന്ത് കാണാൻ പോവുകയാണെങ്കിലും അതിനെക്കുറിച്ചൊരു ബേസിക് ഹിസ്റ്ററി അറിഞ്ഞിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് തൊഴുതിറങ്ങി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അത്താഴ പൂജ കഴിയാൻ. പ്രസാദം മേടിക്കാനുണ്ടായിരുന്നു, പായസവും പിന്നെ പ്രസാദമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണം. നമ്മളെല്ലാവരും നിരന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലക്കുളം. പക്ഷേ ഇത് അമ്പലക്കുളം മാത്രമായിട്ടല്ല, അടുത്തുള്ള കുട്ടികളൊക്കെ വന്ന് സ്വിമ്മിങ് പഠിക്കാനും പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് നീന്താനൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് പറയുമായിരുന്നു ഇവിടുത്തെ ആള്. പിന്നെ നമ്മൾ പായസവും പ്രസാദവും ഒക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അമ്മയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്. സ്റ്റോപ്പ് ആവാണ്ട് നോക്കണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ഇത്ര നേരം വയൽക്കാട്ടിലിരിക്കാനുള്ളത് കൊതുകടിയും കൊണ്ടിട്ട്. അങ്ങനെ എല്ലാ അമ്പലം വിസിറ്റും കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ മുഴുവനും കച്ചറയാണ് കേട്ടോ. എനിക്കറിയാം, കാരണം ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല, തിരക്ക് പിടിച്ച് റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ബിക്കോസ് രാത്രി പൂജ കഴിയാൻ ഈ സമയമൊക്കെ ആവും നമ്മളുടെ ചക്രപുരം അമ്പലത്തിൽ. അപ്പോൾ അവിടുന്ന് പായസം കഴിപ്പിച്ചിരുന്നു നേർച്ച. അപ്പോൾ അതും അതും കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാം, ഒന്ന് കുളിക്കണം, ഡിന്നർ കഴിക്കണം, കിടക്കണം. നാളെ രാവിലത്തെ ട്രെയിനിന് വൈകിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരാഴ്ചയും കൂടി ഉണ്ട് ഇവിടെ, അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടി ഫുൾ ചില്ലിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.